ഗൈസ് ഗുഡ് മോർണിംഗ്. ഞാൻ കുറച്ച് നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്. കൈവയ്യ ഗൈസ്, കൈയൊക്കെ ഒന്ന് വണ്ടിയിൽ നിന്നൊക്കെ വീണൊന്നു, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി ഗൈസ്. ഞാനിപ്പോൾ ഒരു ട്രിപ്പായിട്ട് ഹൈദരാബാദ് വരെ പോവാണ് ഗൈസ്. ഇതാണ് നമ്മൾ പോകുന്ന ട്രെയിൻ. കണ്ട ട്രെയിൻ. നമ്മൾ സീറ്റ് നമ്പർ സീറ്റ് നമുക്ക് ഇതാണ് ഗൈസ്, B1 ആണ് ഗൈസ്. അപ്പം ഇതിൽ ഞാൻ സീറ്റ് കാണിച്ചു തരാം. ഇതിലിപ്പം തുറക്കണ കേസ് പാടാണ്. കൈ സീനാണ്, നമുക്ക് ചവിട്ടി തുറക്കാം. അടിപൊളിയാണ്. ഇതിലിപ്പോ എവിടെയാണെന്ന് വെച്ചാൽ അയ്യോ എൻ്റെ ഇത് കാണാനില്ല. ഇവിടെ എവിടെയായിരുന്നു? കിട്ടി. കൊള്ളാം. അല്ല നമുക്ക് ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളിയാണ്. അല്ല ബെഡ് അത് സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളിയാണ്. ഇനിയിപ്പം നോക്കട്ടെ പോയിട്ട് നല്ല രസമുണ്ട്. പിന്നെ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ AC കമ്പാർട്ട്മെൻറ്റിലൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത കേസ്. ഒന്ന് പോയിട്ട് വരാം. നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നാളെ ഒരു എത്ര മണിക്ക് എത്തണേ? ഉച്ചയ്ക്കാണല്ലേ? നാളെ ഉച്ചയ്ക്ക് ഇനി എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ടൊക്കെ വരാം കേസ്. ഇനി ബാക്കി പോണ വഴിക്ക് അല്ല ഞാൻ പറഞ്ഞുതരാം. ഗൈസ് നമ്മളിപ്പോൾ ഈ റോഡൊക്കെ കഴിഞ്ഞു ഗൈസ്. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മോനെ 6 മണിയൊക്കെ ആയതേ ഉള്ളൂ ഗൈസ്. ഇനിയിപ്പം എന്തോന്ന് നമ്മൾ കാലത്ത് 6 മണിക്ക് കയറിയതാണ്. ഇപ്പം വൈകിട്ട് ഈവനിങ് 6 ആയി. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഒരു ഒറ്റ ഉറക്കമായിരുന്നു ഗൈസ്. ഇപ്പോഴാണ് കഴിച്ച് കണ്ടിപ്പം ഒരു ഗൈസ് എൻ്റെ ചായയൊക്കെ കുടിച്ചിട്ട് ഈ ജ്യൂസ് ചെയ്യാൻ മാത്രമേ കുടിച്ച് തീർത്ത് കഴിച്ചു. എന്നിട്ട് കുറച്ച് പോലെ ഉള്ളൂ പുറത്തെ കാഴ്ച കഴിച്ചു. അയ്യോ എന്നല്ലേ ഓക്കെ. ഗൈസ് നമ്മളിപ്പം കാട്ട്പാടി എത്തിയിരിക്കണം ഗൈസ്. കാട്ട്പാടി അപ്പോൾ ഇവിടെ 10 മണിക്കാണ് എത്താനുള്ളത്. പക്ഷേ ഇതിപ്പോൾ എന്താണെന്ന് പറയാൻ 9:45 ആയപ്പോൾ ഇവിടെ എത്തി. അപ്പം നമ്മൾ ഫുഡ് ഇവിടെ നിന്നാണ് ഓർഡർ ചെയ്തത്. ഇവിടുത്തെ ഹോട്ടലിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇവിടെ നിന്ന് കഴിക്കാൻ വയ്യാതെ നമ്മൾ ഓർഡർ ചെയ്താണ് സാധനം വരുത്തിച്ചത്. പക്ഷെ അതിപ്പം കിട്ടി ഗൈസ് ഫുഡ്. അപ്പം അങ്ങനെ ഇനിയിപ്പം ഇവിടെ നിന്നൊരു 10 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും ഗൈസ് ഇനി എടുക്കണേ. അപ്പം കൊള്ളാം. എന്നിപ്പോൾ നമ്മൾ ഈ 3rd AC ആണ് ബുക്ക് ചെയ്തത് ഗൈസ്. ഇവിടെയാണ് ബുക്ക് ചെയ്തത്. അനിയത്തി ചോദിക്കുന്നു ഗൈസിൻ്റെ അനിയത്തി സിസ്റ്റർ ചോദിക്കുന്നു. അപ്പോൾ ഇവിടെ 3rd AC ബുക്ക് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല ഗൈസ്. മറ്റേ സ്ലീപ്പറാ പറ്റോ ആയിരുന്നെങ്കിൽ പെട്ടെന്നെ. ട്രെയിൻ ഉണ്ട്, വേറൊരു ട്രെയിൻ. ഇത് ഏത് കയറി ട്രെയിൻ ഇത് ഏത്? അങ്ങനെ ഗൈസ് ഇവിടെ ഇങ്ങനെ നിൽക്കുവാണ് ഗൈസ്. അതിനിപ്പോൾ എന്തായാലും നമ്മൾ ഒരു കൊത്തു പൊറോട്ട എന്താണ് ഓർഡർ ചെയ്തത്. വേറെ ഫുഡൊന്നും കഴിക്കാനുള്ള ഇതില്ലേ, വേറെ കൊള്ളൂല ഇവിടുത്തെ ഫുഡാണ്. ഇനി ഇതെങ്ങനെയാണെന്ന് ടേസ്റ്റ് ചെയ്തിട്ട് വരാം ഗൈസ്. ഞാനിപ്പം പോയിട്ട് വരാം ഗൈസ്. ടാറ്റാ ഗൈസ്. ഇത് ഒരെണ്ണം എടുത്ത് കഴിച്ചോട്ടെ ഗൈസ്. നല്ല ഭയങ്കര ടേസ്റ്റാണെന്ന് തോന്നുന്നു ഗൈസ്. കണ്ടിട്ട് ഒരെണ്ണം കഴിച്ചിനി ഞാൻ ഒരെണ്ണം കഴിച്ചോട്ടെ ഗൈസ്. ടേസ്റ്റ് ഉണ്ട് ഗൈസ്. നമ്മളിപ്പോൾ ഫുഡൊക്കെ കഴിച്ചൊന്ന് ഫ്രഷായി നമുക്ക് സ്ട്രീറ്റിലോട്ട് ഇറങ്ങി. നമുക്കിനി എന്താണ് ഇവിടെയൊക്കെ ഉള്ളൊരു വില വെച്ച് നോക്കാം. തുണിയൊക്കെ നല്ല വിലയാണ്, വില കുറവാണെന്ന് തോന്നണം. അവിടെ കഴിച്ച് ഭയങ്കര തിരക്കാട്ടോ ഇവിടെയൊക്കെ. തിരക്കെന്ന് പറഞ്ഞാൽ തിരക്ക് ഇവിടെ. ഞാനും നോക്കട്ടെ ഗൈസ്. ഞാൻ വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ ഗൈസ്. നമ്മളിപ്പോൾ ഒരു സ്ട്രീറ്റിൽ വന്നിരിക്കുകയാണ് ഗൈസ്. ഇത് എന്തൊരു എവിടെയാണ് ഇത്? സിക്കന്ദരാബാദ് ഒരു സ്ട്രീറ്റിൽ വന്നിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ഇനിയിപ്പം
എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്, ഒടുക്കത്തെ തിരക്കും കാണിച്ചു തരാൻ നോക്ക് ഗൈസ്. ഇത് ഇവിടെ ഒരു സ്ട്രീറ്റാണ് ഗൈസ്, ഒരു നല്ല അടിപൊളി ഭംഗിയാട്ടോ, ഒരു രക്ഷയില്ല. എന്ന് വെച്ചാൽ ഫുൾ തിരക്ക് പിടിക്കും. ഇതിൻ്റെ അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ അങ്ങോട്ടൊക്കെ ഒടുക്കത്തെ തിരക്കാണ് ഗൈസ്. എന്തിനാണെന്ന് അറിഞ്ഞൂടാ ഗൈസ്. ബാക്കി ഇനി വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ബൈ.